ഹലോ ഗൈസ്, ഇത് നമ്മുടെ താലപ്പള്ളിയുടെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്തവർ പോയിട്ട് അത് കാണണം കേട്ടോ. നല്ല തിരക്കാണ്. നമ്മുടെ കാവിലേക്ക് പോകുന്നതാണ്. ഇതിന് മുന്നേയുള്ള വീഡിയോ ഒക്കെ ഞാൻ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തിരക്കിൻ്റെ കൂടെ എങ്ങനെയൊക്കെയോ നമ്മളിതാ കാവിലേക്ക് അങ്ങോട്ടേക്ക് നടന്നു വേണം കേട്ടോ. വണ്ടി എവിടെയും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറേ ദൂരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. കാരണം റോഡിലൂടെയൊക്കെയും അതത് ദേശവാസികളുടെ കലശം വരവാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിരിക്കും മൊത്തത്തിൽ. പിന്നെ ഈ വരുന്നത് നമ്മുടെ കലശത്തിൻ്റെ ആണ് കേട്ടോ, നമ്മുടെ ദേശത്തെ. അപ്പോൾ നമ്മൾ അതിനിടയിൽ കൂടെ എങ്ങനെയൊക്കെയോ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടുകാരെയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൽ നമ്മുടെ നാട്ടുകാരാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു സംഭവം പിടിച്ചിട്ട് ഒരാൾ നടക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉത്സവത്തിൻ്റെ പ്രത്യേകത. കാരണം ഈ ഒരു നാട്ടുകാർക്ക് അത്രയും വലിയൊരു ഉത്സവമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചു കൊണ്ടുപോയവരൊക്കെയും ഈ ഒരു ദിവസം ഇവിടെ എത്തിച്ചേരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ വഴിയോരമാണ് കേട്ടോ. കാവിൽ ഇനിയും നമുക്ക് ഒരുപാട് ദൂരം നടക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിതാ കാവിലേക്ക് പെട്ടെന്ന് എത്താൻ സൈഡിലേക്കൂടെ പോവുക. അതിൻ്റെ മെയിൻ എൻട്രൻസ് വഴി കയറിയാൽ നമ്മൾ ഇന്നൊന്നും അങ്ങോട്ട് എത്തത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു എന്താ പറയുക സൈഡിലെ വഴിയിലൂടെയൊക്കെ കയറിയിട്ടാണ് എപ്പോഴും കാവിലെന്നിട്ടും എത്തിയില്ല. ഇതതിൻ്റെ സൈഡ് വശത്താണ് കേട്ടോ. കലശത്തിൻ്റെ കൂടെ തന്നെ കുറേ ആഡംബര കലശങ്ങളും അങ്ങനെ പൂക്കലശങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെയും റോഡിലാണുള്ളത്. ഇതൊക്കെ വളരെ പതിയെ മാത്രമേ കാവിലേക്ക് കയറത്തുള്ളൂ. തുള്ളി തകർത്തി എന്താ പറയുക വളരെ അടിപൊളിയായിക്കോട്ടെ ഇത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വഴിയോരമാണ് കേട്ടോ. ഇതിൻ്റെ റോഡാണിത്. അപ്പോൾ നമുക്ക് ചിലയിടത്ത് നമുക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും, അങ്ങോട്ടേക്ക് കടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ കാണുന്നതാണ് കേട്ടോ പൂക്കലശം. അപ്പോൾ കുറച്ചധികം നടന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഞാനിപ്പോൾ കാണിക്കാം. ഈ കാവിൽ വന്നിട്ട് എന്താ പറയുക ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ നാട്ടിലൊരു മെയിൻ ഉത്സവമാണ്. അപ്പോൾ തൊട്ടേ ഈ ഒരു കാവിൽ ഞാൻ വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാ ആ കാണുന്നതാണ് കേട്ടോ. അത്രയും ആൾക്കാരാണ് കണ്ടോ. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിലടക്കം ആൾക്കാരുണ്ട്. അപ്പോൾ ഓർമ്മ വെച്ച കാലം മുതലേ വരുന്ന ഒരു കാവാണെങ്കിലും മെയിൻ എൻട്രൻസിലൂടെ നമ്മൾ ഇന്ന് വരെ കയറിയിട്ടില്ല കേട്ടോ. കാരണം വേറെ ഒന്നല്ല, അടുക്കാൻ വേണ്ടി പറ്റില്ല. അതിലൂടെയാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തിക്കിലും തിരക്കിലും വെട്ടിയിട്ട് ഭയങ്കര വയ്യാതെ ആയിരിക്കും. അപ്പോൾ അതുവഴി ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ സൈഡ് ചേർന്ന്, അതായത് മതിലൊക്കെ എന്താ പറയുക ചാടിക്കടന്ന് അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പോവാറുള്ളത്. ഈ ഒരു കാവിൽ വരുമ്പോഴൊക്കെയും നമ്മുടെ ഓൾഡ് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേക എന്താ പറയുക ഒരു അനുഭവമാണ് കേട്ടോ. ഇപ്പൊ കാണുന്നതിൻ്റെ
കലശം വരുന്നതിന് ഇടയ്ക്ക് തന്നെ നമ്മളിതാ കാവിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ നല്ല സ്റ്റെപ്പ്, ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം കേട്ടോ കാവിലെത്താൻ. കാവിൻ്റെ ഈ ഒരു ഭാഗത്ത് വലിയ പാറക്കെട്ടുകളായിരുന്നു കേട്ടോ മുൻപിൽ. അതിപ്പോൾ കുറേ അധികം ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട്. മുൻപെന്ന് പറയുമ്പോൾ എന്താ പറയുക, അത്രയും വലിപ്പമുള്ളൊരു പാറക്കെട്ടുകളാണ്. അതിൻ്റെ മേലെ നിന്ന് ഇത് നോക്കാനൊരു പ്രത്യേക രസമായിരുന്നു. അതിപ്പോൾ കുറേ അധികം ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട് സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാ കലശങ്ങളും കാവിൽ വന്ന് വനം വെച്ചിട്ടാണ് പോകുക. അതും പോകുന്ന സമയം അപ്പടി തന്നെ പോകത്തില്ല, പിന്നെ അതിനൊരു ടൈമുണ്ട് കേട്ടോ. ഇതും എൻ്റെ കസിൻസാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന. ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടത് എൻ്റെ ഏട്ടനാണ്, എൻ്റെ വല്യമ്മയുടെ മോനാണ് കേട്ടോ. അത് എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ടുള്ള സാധനങ്ങൾ. പണ്ട് നമ്മൾ താലപ്പൊലിക്ക് വരുന്നതും ഇപ്പോൾ താലപ്പൊലിക്ക് വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ പണ്ട് നമ്മൾ വരുന്നതാണ്. നമ്മുടെ എല്ലാ ഫാമിലിയും ഒത്തുകൂടിയിട്ടാണ് താലപ്പൊലിക്ക് വരാറുള്ളത്. പക്ഷെ ഇപ്പം കുറേ പേർക്ക് സമയമില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്. ചിലവർ ഡയറക്റ്റ് കാവിൽ വരും, ജസ്റ്റ് വീട്ടിലേക്ക് കയറിക്കുക കേട്ടോ. പണ്ടൊക്കെ താലപ്പൊലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം നിന്നിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാനും ഭയങ്കര എന്താ പറയുക, നമുക്ക് അത്രയും സങ്കടമാണ് കേട്ടോ ഓർക്കുമ്പം. അതൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പം. ഇല്ല എന്നല്ല, എന്നാലും അന്നത്തെ അത്ര അടിപൊളി നമ്മളെ രീതിക്കുള്ള ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇല്ല കേട്ടോ. ഇത് നമുക്ക് ഏട്ടൻ വാങ്ങിച്ചു തന്നതാണ് ഉപ്പിലിട്ടത് കഴിക്കാനായിട്ട്. ഇത് ആദ്യത്തെയാണ്, എൻ്റെ കസിനാണ് കേട്ടോ, അതായത് ഹസ്ബൻഡിൻ്റെ കസിനാണ്. അപ്പോൾ ഹസ്ബൻഡിനെക്കാളും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവളുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. കാവിൽ
വന്നാൽ അലുവയും പൊരിയും വാങ്ങാണ്ട് നമ്മൾ പോവാറില്ല. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയാണ്, ഇത് എൻ്റെ കസിനാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമ്മുടെ റിലേറ്റീവാണ്, അശ്വിനി എന്നാണ് ആളിൻ്റെ പേര്. അപ്പോൾ അത് അലുവ വാങ്ങിക്കണം, ഇവർ ഇപ്രാവശ്യം അലുവ വെക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് നിന്ന് അലുവ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ അതാ നമ്മളെ കുട്ടികൾക്കൊക്കെ നമുക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരാം കേട്ടോ. കരടിയുണ്ടല്ലോ, ഇത് എല്ലാവരെയും പോയിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ കാണുമ്പോൾ അതിങ്ങനെ എന്താ കുട്ടികളൊക്കെ പേടിക്കുന്നുണ്ടായിരുന്നു അടുത്തേക്ക് ചെല്ലുമ്പോൾ. പിന്നെ ഇത് നൈസായിട്ട് അലുവയൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. ഈ കാവിൽ എപ്പോൾ വരുമ്പോഴായാലും എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ അച്ചാച്ചൻ്റെ അമ്മമ്മേനാണ് കേട്ടോ. കാരണം അച്ചാച്ചൻ്റെ അമ്മമ്മയൊന്നും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അമ്മമ്മയും അച്ചാച്ചൻ വെച്ചാൽ ഈ കാവിൽ പാട്ടുകാരനായിരുന്നു. അപ്പോൾ അച്ചാച്ചൻ്റെ ആ ഒരു സ്വരം ഉണ്ടല്ലോ, ഇവിടെ കയറുമ്പോൾ തന്നെ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വരിക. അതുപോലെ അമ്മമ്മ വളയിട്ട് തരുന്നതോ അങ്ങനെയൊക്കെ എന്താ പറയുക, എനിക്ക് എൻ്റെ അച്ചാച്ചൻ്റെ അമ്മമ്മേനെ അത്ര ഇഷ്ടമായിരുന്നു. അപ്പം അവരൊന്നും ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോൾ നമുക്ക് എന്തായാലും വിഷമങ്ങൾ. പിന്നെ നമ്മൾ പണ്ട് താലപ്പൊലിക്ക് എന്ന് വെച്ചാൽ അവരൊക്കെ ഉള്ള കാലത്തായാലും അവരെ കാലം കഴിഞ്ഞിട്ടായാലും നമ്മൾ എല്ലാ ഫാമിലീസും ഉണ്ടാവും നമ്മുടെ കൂടെ. അവരൊക്കെ എൻ്റെ വീട്ടിലാണ് കേട്ടോ വരിക. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും കിടക്കാൻ അങ്ങനെ സ്ഥലമൊന്നും ഉണ്ടാകത്തില്ല. കാരണം നമുക്ക് അത്രയല്ലേ റൂമുള്ളൂ. അപ്പോൾ എല്ലാവരും നിലത്തൊക്കെ പായൊക്കെ തിരിച്ച് കിടന്ന് അങ്ങനെ വൈബാക്കി എന്താ പറയുക, നമ്മൾ അന്താക്ഷരി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് കളിച്ച് നമ്മൾ എന്താ പറയുക ഒരു എൻ്റെ കസിനായിട്ടുള്ളത്, അതായത് ലിന്നേച്ചി, പ്രജനേച്ചി, അങ്ങനെ നമുക്ക് കുറേ കസിൻസ് ഉണ്ടാവും നമ്മൾ അതേ വൈബുള്ള ആൾക്കാർ. അങ്ങനെ മാനസ, മിൻസ, ഇവരൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. ഇവരൊക്കെ ഇപ്പോൾ വരുന്നില്ല എന്നല്ല, വരാറുണ്ടെങ്കിൽ കൂടി പണ്ടത്തെ ആ ഒരു ഇതില്ല കേട്ടോ. കാരണം എല്ലാവർക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. ഇതിലുള്ള എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയില്ലെങ്കിലും എന്നാൽ പഠിക്കാനോ അങ്ങനെയൊക്കെ പോയതുകൊണ്ട് തന്നെ അവരൊന്നും ഇപ്പം നമ്മുടെ കൂടെ അധികം പണ്ടത്തെ ആ ഒരു വൈബിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളങ്ങനെ വീടെത്തിയിട്ടുണ്ട്. വീടെത്തിയ ഉടനെ തന്നെ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. അമ്മ ഒരു ഗ്ലാസ് ചായ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി ആ ഒരു സമയമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളിതാ ഉറങ്ങാൻ വേണ്ടി പോയി കേട്ടോ. കാവിലെ പരിപാടി തീർന്നിട്ടില്ല, അതിൻ്റെ പിറ്റേ ദിവസവും പരിപാടിയുണ്ട്. അപ്പം നമ്മൾ രാവിലെ എണീച്ച് 5 മണി ആ സമയത്ത് നമുക്ക് തെയ്യം കാണാൻ വേണ്ടി പോകണം. നല്ല അടിപൊളി തെയ്യമുണ്ട് കേട്ടോ, ഗണ്ഡകർണൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പേരുള്ള. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കടന്നതായിരുന്നു. പക്ഷേ പിന്നെ ആർക്കും തലപൊന്തിയില്ല ഗൈസ്. പിന്നെ എണീച്ചപ്പോൾ നേരം നല്ല പോലെ വെളുത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് മുതലേ പോകുന്ന ഒരു ഉത്സവമാണെങ്കിൽ കൂടി തെയ്യം കാണാൻ പുലർച്ചെ സമയത്ത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കാരണം ഈ ഉറക്കക്ഷീണം തന്നെയാണ്. പക്ഷേ നമ്മുടെ അമ്മമാർ, ആൻറ്റിമാർ, അതുപോലെ എൻ്റെ വല്യമ്മ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ പണ്ടേ പോവാറുണ്ട്. നമ്മൾ ആ സമയത്ത് കിടന്നുറങ്ങുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, കാരണം അത്രയും അടിപൊളിയാണ് കേട്ടോ. പിന്നെ അടുത്ത താലപ്പൊലിക്ക് വരാനുള്ള ആയുസ്സും ആരോഗ്യവും തരണേ എല്ലാവർക്കും എന്നാണ് ഞാൻ എപ്പോഴും താലപ്പൊലി കഴിയുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യവും പറയുകയാണ്, അടുത്ത പ്രാവശ്യത്തെയും താലപ്പൊലി കാണാൻ വേണ്ടി പറ്റട്ടെ, അത് കൂടാൻ പറ്റട്ടെ എന്നുള്ളത്. ബൈ ബൈ.